ഇപ്പൊ അതിൽ ഏറ്റവും പ്രധാനം അഗസ്ത്യരും തിരുമൂലറുമാണല്ലോ. അതിൽ അങ്ങനെയില്ലേ? തിരുമൂലർ തന്നെ ശരീരത്തെക്കുറിച്ച് ഇത്രയും ശരീരം ഇപ്പൊ കണാദ മുനിയുടെ അണുസിദ്ധാന്തമാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുമ്പോൾ ഒരുപക്ഷെ തമിഴ് ഭാഷ എത്ര കാലമായിട്ടുണ്ടായി എന്നുള്ളതിനൊന്നും വലിയ തെളിവില്ല. നമ്മളിപ്പോ BC AD ഒക്കെ വെച്ചിങ്ങനെ കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറെ വിദേശികൾ വന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ നിർവചനം കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തമിഴ് ഭാഷയുടെ വരവ് എത്രയാണെന്നില്ല. മനുഷ്യരാശിയുടെ വരവോടുകൂടി തന്നെ അത് ഇത്ര കാലമല്ല. അപ്പോൾ ആ തമിഴ് ഭാഷയിൽ അങ്ങനെ ചെയ്തു വെച്ചിട്ട് തിരുമൂലർ തന്നെ എത്രയോ 7 യുഗങ്ങൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നെ 7000 വർഷമെന്ന് ചിലർ പറയുന്നു. 3000 വർഷം കൊണ്ടാണ് അദ്ദേഹം ഓരോ വർഷവും ഒരു ശ്ലോകം എഴുതിയിരിക്കുന്നത്. തിരുമന്ദിരം അല്ലെങ്കിൽ തിരുമന്ത്രം എന്ന് മലയാളത്തിൽ പറയാം, തിരുമന്ദിരം എന്ന് തമിഴിൽ പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. തിരുമൂലർ തന്നെ 7-8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, വേറെ രചിച്ചിട്ടുണ്ട് ഈ തിരുമന്ദിരം കൂടാതെ തന്നെ. ഒരുപക്ഷെ തിരുമന്ദിരമാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ശ്രദ്ധേയമാകുന്നതെങ്കിലും അതിലും ഗംഭീരമായിരുന്നു മറ്റുള്ളത് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പതഞ്ജലിയുടെയും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും ഋഷിപ്രോക്തമായ വഴിയിൽ നിന്ന് നമ്മൾ മാറി ദേവതകൾക്ക് അധിക പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേവതകളെ കുറിച്ചുള്ള കാര്യങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ പോയതാണ് പ്രായോഗിക ജീവിതത്തിന് വിരുദ്ധമായതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നശ്വരതാവാദം, ശരീരം നശ്വരമാണെങ്കിലും തിരുമൂലരാണ് അൻപേ ശിവം കൊണ്ട് ശരീരമാണ് ഏറ്റവും. അതിന് തമിഴിൽ ശ്ലോകമുണ്ട്, ഈ ആത്മാവിനെ അറിയണമെങ്കിൽ, ആത്മാവിനെ കുറിച്ചെല്ലാം നിനക്ക് അനുഭവവേദ്യമാണെങ്കിൽ ഈ ശരീരം അങ്ങേറ്റം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ശരീരത്തിലെ ഓരോ കണങ്ങളെക്കുറിച്ചും തിരുമൂലരാണ് പഠനം നടത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പഠനം തിരുമൂലരാണ് ആ ഭാഗത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ ശരീരം എത്രമാത്രം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധമാണ് അവിടെ. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത വിവിധിഷ സന്യാസിമാരും ഒക്കെയുള്ള വിദ്വൽ സന്യാസിമാരല്ല, അപ്പൊ വിവിധിഷ സന്യാസികൾ ഒക്കെയുള്ള ഒരു കാലയളവാണ്. ശരീരം നശ്വരമാണ്. അപ്പൊ എപ്പോഴും എഴുന്നേറ്റും എപ്പോഴും ലോകമംഗളത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് സാധനകൾ പോലും ഇല്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മൾ ബോധത്തിന്റെ അനന്തതയിലേക്ക് പോകണമെങ്കിൽ സമഗ്രത വേണം. അപ്പൊ വ്യാവഹാരികവും പ്രാതിഭാസികവും പാരമാർത്ഥികവുമായ 3 തലങ്ങളിലും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി നീങ്ങിയാൽ, എന്തിനെന്നില്ലാതെ രാപകൽ പരിശ്രമിച്ചാൽ മാത്രമേ ഈ ബോധാതീതം എന്ന് പറയുന്നതിലേക്ക് എത്തുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ചില സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകാം, ചില ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് നമുക്ക് മാറിയിരിക്കാം, അല്ല എങ്കിൽ കുറെ നിലപാടുകൾ എടുത്തിട്ട് സ്വന്തം വികാരങ്ങളെല്ലാം അടിച്ചമർത്തി ജീവിക്കാം. 3000-ഓളം, ഞാൻ നേരത്തെ ചില വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്, 3000-ഓളം ഇമോഷൻസ് ആണ് പറയുന്നത്. അതെല്ലാം ഈ ശൈവ സമ്പ്രദായങ്ങൾ ഇതിനെല്ലാം വ്യക്തമായ ഉത്തരങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞു പോയതെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് എത്രമാത്രം പരക്കെ വ്യാപകമാകാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം. എവിടെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരുടെ വഴികളുടെ, ഋഷികളുടെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. അതെല്ലാം പ്രായോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട, എല്ലാം അഭൗമമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളോ ഒന്നുമല്ല, അല്ലെങ്കിൽ അശരീരി കേട്ടു ഈ ഫാന്റസി പറഞ്ഞ ഒപ്പിക്കലല്ല. അതെല്ലാം വ്യക്തമായ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ അഗസ്ത്യ ചികിത്സാ കേന്ദ്രങ്ങൾ, അഗസ്ത്യ നാഡിയിലൂടെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുള്ള വൈദ്യന്മാർ നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ തമിഴ്നാട്ടിലും കേരളത്തിലും ഒട്ടൊക്കെ ഉണ്ട്. അവരോട് ചെന്ന് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവർ തന്നെ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഗ്രഹിച്ചിരിക്കുന്ന അറിവ് എത്രയോ വലുതാണ്, എത്രമാത്രം മഹത്തരമാണെന്ന് അറിയുന്നത്. പക്ഷെ അവര് ആധുനികതയുടെ കെട്ടുമട്ടം കാണിക്കുന്നവരോ ആ ഭാവപകർച്ച ഉള്ളവരോ കൂടുതൽ ആസൂത്രിതമായി ഭാഷ ഉപയോഗിക്കുന്നവരോ ഒന്നും അല്ലാത്തതിനാൽ പലപ്പോഴും ആധുനിക സമൂഹത്തിന് അതത്ര ദഹിക്കത്തക്കതായി തീരണമെന്നില്ല. അത് ഒരുപക്ഷെ ഈ സിദ്ധ സമ്പ്രദായത്തിലെ ചികിത്സകൾക്കൊക്കെ പ്രാധാന്യം കുറയ്ക്കാം. ഇനിയും സിദ്ധവൈദ്യം അല്ലാതെ തന്നെ പഠിച്ചിട്ടിരിക്കുന്നവരോ ആധുനികതയുടെ കച്ച കെട്ടിയിരിക്കുന്നവരുമാണ്. അവരതിൻ്റെ ആഴങ്ങളിലേക്കൊട്ട് പോകുന്നുമില്ല. അത് റെഡിമെയ്ഡായിട്ട് കുറെ മരുന്നുകൾ വരുന്നു, അതെടുത്ത് വിൽക്കുന്നു, അങ്ങനെയാണ്.